ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ആദിലയും നൂറയും കൂടെ തമ്മിൽ സംസാരിച്ച് കരയുന്നതും അനുമോൾ അതിലേക്ക് വരുന്നതും പിന്നെയുള്ള സംസാരങ്ങളും നമ്മൾ കണ്ടു. പക്ഷെ ക്ലിയർ ആയിട്ട് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അക്ബറിന്റെ ഉമ്മ വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതായത് ഒരു PTA മീറ്റിംഗ് ആണ്. അക്ബർ വിളിച്ച ചീത്തകൾക്കും അക്ബർ നോക്കിയ നോട്ടങ്ങൾക്കും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു PTA മീറ്റിംഗ്. അത് ആ ഉമ്മ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും ഒരു കാര്യം കൂടിയുണ്ട്. അക്ബർ ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു പാർട്ടാണ്. അക്ബർ ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറെ പേര് പറയുന്നുണ്ട് അക്ബറിന് ഈ ബിഗ് ബോസിന്റെ ഡയറക്ടറുമായിട്ടൊക്കെ എന്തോ ഫ്രണ്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അതൊക്കെ ഞാനും കമന്റ്സിൽ വായിക്കുമ്പോൾ ഉള്ള അറിവേ എനിക്കുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിനകത്ത് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ, ബിഗ് ബോസിൽ അതിന് കപ്പടിപ്പിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ശരി, അക്ബറിന് ഈ കുറച്ച് ആൾക്കാരുമായിട്ട് കുറച്ച് സൗഹൃദങ്ങളൊക്കെ ഉണ്ട്, അക്കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ബിഗ് ബോസിലേക്ക് വരുന്ന ആദ്യത്തെ ആ ഒരു ഇതൊന്നും ഇല്ല. അക്ബർ ഓൾറെഡി ഇതേ പ്ലാറ്റ്ഫോമിൽ ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു ചാനലിൽ ഒരു പരിപാടി പങ്കെടുത്തോണ്ടിരുന്നത് കൊണ്ട് തന്നെ മേ ബി എന്തെങ്കിലുമൊക്കെ സൗഹൃദങ്ങളൊക്കെ കാണും. അപ്പോൾ അക്ബറിന്റെ ഉമ്മ സംസാരിക്കുന്ന ആ ഒരു സീനകത്ത് കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത കാര്യത്തിനകത്ത് ആദിലയുടെയും നൂറയുടെയും കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ചീത്തവിളികൾ മാത്രമായിരുന്നില്ല ഉമ്മ ഉപദേശിച്ച കാര്യം. പകരം ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആദിലയെടുത്തും നൂറയെടുത്തും സംസാരിക്കുന്നതൊക്കെ ഒഴിവാക്കുന്ന ഒരു സംസാരം അവിടെ ഉണ്ടായി. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരൊരു ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് കേട്ടത് ശരിക്കും അത് ആർക്കാണെങ്കിലും ഭയങ്കര വേദനയായിരിക്കും. ആദിലയ്ക്കും നൂറയ്ക്കും അത് ഭയങ്കര പ്രശ്നമായി. അവർ രണ്ടുപേരും അതിരുന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നൂറയാണ് പറയുന്നത്, നമ്മുടെ കൂടെ നമ്മളെ അറിയാത്തവർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മളെ അറിയുന്ന നമ്മുടെ കൂടെ ഉള്ളവര് അത് അങ്ങനെ സംസാരിക്കുമ്പോൾ അതെന്തോ വിഷമം വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷം അക്ബർ അത്ര വലിയ കമ്പനി ഇല്ലാത്ത കണക്കൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം ആദില പറയുന്നുണ്ട്, നമ്മുടെ സ്വന്തം വീട്ടുകാർ പോലും നമ്മളെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ നമ്മൾ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ആദിലയ്ക്കും നൂറയ്ക്കും അങ്ങനെ ഒരു നെഗറ്റീവ് ഈ ഒരു സംസാരത്തിലൂടെ ഉണ്ടായി എങ്കിൽ ഇവര് ബിഗ് ബോസ് ഹൗസിൽ ഒറ്റപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. രണ്ട് ക്വാളിറ്റിയുള്ള, നല്ല ക്വാളിറ്റിയുള്ള, പെരുമാറ്റത്തിലായിക്കോട്ടെ സംസാരത്തിലായിക്കോട്ടെ ടാസ്കുകളിലായിക്കോട്ടെ നല്ല ക്വാളിറ്റിയുള്ള രണ്ടുപേരാണ് ആദിലയും നൂറയും. അവരുടെ ഒരു ഐഡന്റിറ്റി, സെക്ഷൽ ഐഡന്റിറ്റി ഒക്കെ എന്ന് പറയുന്നത് അത് അവരുടെ ഫ്രീഡം ആണ്. അവർക്ക് അങ്ങനെ പറ്റൂ. അത് അവര് മാത്രം, ലോകത്ത് ഇവര് മാത്രമേ ഉള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. അതും ഇത് ഈ 2025 ഉത്ഭവിച്ചതോ അല്ലെങ്കിൽ 2010 ഉത്ഭവിച്ചതോ അല്ല. ഒരുപാട് കാലങ്ങളായിട്ട് ഇതൊക്കെ എല്ലാ മനുഷ്യരുടെ ഇടയിലും സാധ്യമാകുന്ന പഴയ ആർട്ടും പഴയ കൾച്ചറൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൾപ്ചറൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ലെസ്ബിയൻസും ഗേയും ട്രാൻസും എല്ലാം കാണാൻ പറ്റും. ഇതൊന്നും മനുഷ്യരോ ദൈവങ്ങളോ ഒന്നും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ സാധനമല്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ സ്വാഭാവിക നിർമ്മാണങ്ങളാണ്, സ്വാഭാവികമായിട്ട് നിർമ്മിച്ചു വന്ന സംഭവങ്ങളാണ്, മീൻസ് ഉണ്ടായി വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും ഈ ഒരു വിഷമം അത് അനുമോളോട് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും എന്തിനാണ് ആ ഉമ്മ പറഞ്ഞ കാര്യം നമ്മളെ കേൾപ്പിച്ചില്ല, എന്നാൽ പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു കാര്യം. ശരിക്കും ആദിലയുടെ ബർത്ത്ഡേ ആണ് ഈ മാസം 25-ാം തീയതി, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇന്ന്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേയുടെ കാര്യത്തിനകത്ത് ഈ ഒരു ഇവര് വിഷമിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. മേ ബി ഇന്ന് അവർക്ക് ആ ബർത്ത്ഡേ സെലിബ്രേഷന്റെ കാര്യം നമുക്ക് കാണിക്കുമായിരിക്കാം. ബിഗ് ബോസിനോട് നൂറ ആദിലയുടെ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് കാണിച്ച കൂട്ടത്തിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അറിയില്ല, എന്താണെങ്കിലും ശരി, ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ആണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഇതായിരുന്നു ആ കേസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.